നിങ്ങളിനി ചോദിക്കാൻ ആരംഭിക്കണം. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ ആരംഭിക്കണം. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഫയലിനകത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കണം, എന്താണ് RSSകാരനായ മോഹനൻ കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ നിങ്ങൾ പരിഹരിക്കാത്തത്? എന്താണ് മോഹനൻ കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ പരിഹരിക്കാൻ RSS നിർദ്ദേശം തന്നില്ലേ? എന്താണ് മോഹനൻ കുന്നുമലെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ SFIക്കാരനെ പേടിച്ചിട്ടാണോ വരാത്തത്? നിങ്ങൾ ചോദിച്ചാൽ മതി, ഞങ്ങൾക്കൊന്നും പറയാം. നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ മാനേജ്മെന്റുകളെ ഭയപ്പെടാതെ, ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനേജ്മെന്റിന് നല്ല താല്പര്യം ഉണ്ടാവുമല്ലോ. ഒരുപക്ഷെ ആ താല്പര്യങ്ങൾ പലതും സംഘപരിവാറിന് വിധേയപ്പെടുന്ന താല്പര്യമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഘപരിവാരം ആദ്യം കീഴ്പ്പെടുത്തിയ മേഖല ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ മാധ്യമ മേഖലയാണ്. ഇരിക്കാൻ പറയുമ്പോൾ എഴയുന്ന ശീലം കേരളത്തിലെ പല മാധ്യമ മുതലാളിമാരും ഇപ്പോൾ സ്വീകരിച്ചു പോയി. എന്ത് ചെയ്യാം, കേരളമാണെന്നും കേരളത്തിൻ്റെ പാരമ്പര്യം അതല്ലെന്നും കേരളത്തിലെ മാധ്യമ മുതലാളിമാർ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. എഡിറ്റർമാരുടെ സ്ഥാനത്ത് നിന്ന് മാനേജിംഗ് ഡയറക്ടർമാർ ഓരോ ചാനലുകളുടെയും നയം തീരുമാനിക്കുകയാണ്. എഡിറ്റർമാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എഡിറ്റർമാർക്ക് പോലും അറിയാത്ത കാലഘട്ടമാണ്. നിങ്ങളുടെ ഒരു പരിമിതി നമുക്ക് മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റിനോട് പറയുക, ഇങ്ങനെ SFIക്കാർ പറയുന്നു, വൈസ് ചാൻസലറോടും RSSകാരോടും ഇങ്ങനെ ചില ചോദ്യം ചോദിക്കണം, ചോദിച്ചോട്ടെ എന്ന് നിങ്ങളുടെ മാനേജ്മെന്റിനോട് ഒന്ന് അനുമതി വാങ്ങിക്കുക. അങ്ങനെ അനുമതി വാങ്ങിച്ചിട്ടെങ്കിലും നിങ്ങൾ അവരെ അലോസരപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങളോട് വിനീതമായി കേരളത്തിലെ സർവകലാശാലയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സംഘപരിവാർ ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിഴഞ്ഞു മാത്രം ശീലമുള്ള കേരളത്തിലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളോടും തന്ത്രപ്രധാനമായ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായ M ശിവപ്രസാദ്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി താൽക്കാലിക വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേലിനെതിരെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച ശേഷമാണ് മാധ്യമങ്ങളോട് M ശിവപ്രസാദ് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഫ്ലെക്സ് ബോർഡിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഹനൻ കുന്നുമേൽ എന്ന വൈസ് ചാൻസലർ നിയോഗിച്ച സംഘപരിവാർ അനുകൂലിയായ താൽക്കാലിക വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് എത്തിയിട്ട് 13 ദിവസത്തിലേറെ ആകുന്നു. എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമേൽ ഇത്രയധികം ദിവസം സർവകലാശാല ആസ്ഥാനത്ത് നിന്നും വിട്ടുനിന്ന് സർവകലാശാലയിൽ ഒരു ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നാണ് SFI ചോദിക്കുന്നത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഗവർണർ രാജേന്ദ്ര ആർലേക്കറോടും അദ്ദേഹം നിയോഗിച്ച സംഘപരിവാർ പരിപാടികളിലെ സ്ഥിരം സന്ദർശകരായ താൽക്കാലിക വൈസ് ചാൻസലർമാരോടും തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ കടുപ്പമുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നും ശിവപ്രസാദ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ശിവപ്രസാദിന്റെ ആ മാധ്യമങ്ങളുമായുള്ള ആ ഇടപെടലിന്റെ മുഴുവൻ രൂപം ഒന്ന് കണ്ടു നോക്കാം. SFIക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഇനി ഞങ്ങളല്ല ഇത് പറയേണ്ടത്. എന്തുകൊണ്ടാണ് മോഹനൻ കുന്നുമൽ കേരള യൂണിവേഴ്സിറ്റി VC എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് എന്ന് നിങ്ങളാണ് ഇനി ചോദിക്കേണ്ടത്. ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വതന്ത്രമായി എല്ലാ ജില്ലയിലും യൂണിറ്റ് ഉണ്ട്. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോവാം. RSSനെ അലോസരപ്പെടുത്തുന്ന ഒരു ചോദ്യവും നിർഭാഗ്യവശാൽ നിങ്ങളാരും ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി ചോദിക്കാൻ ആരംഭിക്കണം. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ ആരംഭിക്കണം. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഫയലിനകത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കണം, എന്താണ് RSSകാരനായ മോഹനൻ കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ നിങ്ങൾ പരിഹരിക്കാത്തത്? എന്താണ് മോഹനൻ കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ പരിഹരിക്കാൻ RSS നിർദ്ദേശം തന്നില്ലേ? എന്താണ് മോഹനൻ കുന്നുമലെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ SFIക്കാരനെ പേടിച്ചിട്ടാണോ വരാത്തത്? നിങ്ങൾ ചോദിച്ചാൽ മതി, ഞങ്ങൾക്കൊന്നും പറയാം. ഏറ്റവും പുതുതായി വരുന്നത് മിനിക്കാപ്പൻ, അതായത് ഡയറക്ടർ ഓഫ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് മിനിക്കാപ്പന് ഈ ചുമതല ഏറ്റെടുക്കാൻ, രജിസ്ട്രാർ ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് കാണിച്ച് വീണ്ടും VCക്ക് അങ്ങോട്ട് കത്തയച്ചു. അതായത് തനിക്ക് രജിസ്ട്രാർ അധിക ചുമതല കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനാണ്. ആ രജിസ്ട്രാറെ മാറ്റുന്നൊരു ഘട്ടം വന്നാൽ പോലും താൽക്കാലികമായി ആർക്കെങ്കിലും രജിസ്ട്രാറുടെ ചുമതല കൊടുക്കണമെങ്കിലും അത് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റാണ് തീരുമാനിക്കേണ്ടത്. RSSകാരന് ബോധവും വിവരവും ഇല്ലാത്തത് കൊണ്ട് മോഹനൻ കുന്നുമൽ അതില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടേ വായിച്ചിട്ടില്ല. KUHSൽ നിന്ന് നേരെ ഒരു സുപ്രഭാതത്തിൽ ഗവർണർ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് പെട്ടിയും തൂക്കി ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം പോകുന്ന വഴിക്കെങ്കിലും അത് വായിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ SFI തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നേ നമുക്ക് പഠിപ്പിക്കാം. അപ്പം അദ്ദേഹത്തിന് ഒരു വിസിക്കും രജിസ്ട്രാർ അധിക ചുമതലയോ താൽക്കാലിക ചുമതലയോ കൊടുക്കാനുള്ള നിയമപരമായ അവകാശമില്ല, അധികാരമില്ല. ഇല്ലാത്ത അധികാരമാണ് അദ്ദേഹം പ്രയോജനപ്പെടുത്തി. അത് നിങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു RSSനെയോ RSS നിയോഗിക്കുന്ന വൈസ് ചാൻസലർമാരെയോ അലോസരപ്പെടുത്തുന്ന ഒരൊറ്റ ചോദ്യം നിങ്ങൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ചോദിക്കുന്നു. നിങ്ങൾ മനഃപൂർവ്വം ഈ ചോദ്യങ്ങൾ തമസ്കരിക്കുകയാണ്. 4 പ്രധാനപ്പെട്ട വൈസ് ചാൻസലർമാർ ഈ കേരളത്തിലെ
സംഘപരിവാരത്തിന്റെ പരിപാടിക്ക് ഔദ്യോഗിക വാഹനത്തിൽ പോയി ഇറങ്ങിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മാധ്യമം പോയി ചോദിച്ചോ? അല്ലയോ പ്രിയപ്പെട്ട VC-മാരെ, നിങ്ങളിങ്ങനെ ഔദ്യോഗിക വാഹനങ്ങളിൽ സംഘപരിവാർ പോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയ ശക്തിയുടെ പരിപാടിക്ക് പകൽ വെളിച്ചത്തിൽ ഇറങ്ങി പോകുന്നത് ശരിയാണോ? രാത്രിയിൽ RSS ശാഖയിൽ പോയി നിക്കറുമിട്ട് ശാഖാ ട്രെയിനിങ് നടത്തുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. വൈസ് ചാൻസലർ വാഹനം ഉപയോഗിച്ച് പോകുന്നതിലും വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് പോകുന്നതിലും ഞങ്ങൾക്ക് വിരോധം. അവർക്ക് ഇഷ്ടമുള്ള പ്രത്യയശാസ്ത്രമൊക്കെ സ്വീകരിക്കാം. നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ ചോദിക്കുക. ഇനി നിങ്ങളാണ് ചോദിക്കേണ്ടത്. കേരളത്തിലെ ഇത്തരം VC-മാരോട്, സംഘപരിവാരകാരോട്, ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കുന്നവരോട് നിങ്ങളാണ് ചോദ്യം ചോദിക്കേണ്ടത്. ആ ചോദ്യം നിങ്ങൾ ഉന്നയിക്കാത്തിടത്തോളം കാലം ഞങ്ങൾ ഈ തെരുവോരങ്ങൾ ആ ചോദ്യം ഉറക്കെ ചോദിക്കും. ഞങ്ങളുടെ ചോദ്യം അവരുടെ ചെവിയിൽ എത്തട്ടെ. പോരെ, ഇതുപോലെ ഇനി നിങ്ങൾ ചോദിക്ക്. ഇനി ഞങ്ങൾക്ക് അവസരം തരാൻ നിങ്ങൾ ചോദിക്ക്. നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ മാനേജ്മെന്റുകളെ ഭയപ്പെടാതെ. ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനേജ്മെന്റിനെ നല്ല താല്പര്യം ഉണ്ടാവുമല്ലോ. ഒരുപക്ഷെ ആ താല്പര്യങ്ങൾ പലതും സംഘപരിവാറിന് വിധേയപ്പെടുന്ന താല്പര്യമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഘപരിവാരം ആദ്യം കീഴ്പ്പെടുത്തിയ മേഖല ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ മാധ്യമ മേഖലയാണ്. ഇരിക്കാൻ പറയുമ്പോൾ എഴുതുന്ന ശീലം കേരളത്തിലെ പല മാധ്യമ മുതലാളിമാരും ഇപ്പോൾ സ്വീകരിച്ചു പോയി. എന്ത് ചെയ്യാം? കേരളമാണെന്നും കേരളത്തിൻ്റെ പാരമ്പര്യം അതല്ലെന്നും കേരളത്തിലെ മാധ്യമ മുതലാളിമാർ ദയവീത് മനസ്സിലാക്കണം. എഡിറ്റർമാരുടെ സ്ഥാനത്ത് നിന്ന് മാനേജിംഗ് ഡയറക്ടർമാർ ഓരോ ചാനലുകളുടെയും നയം തീരുമാനിക്കുകയാണ്. എഡിറ്റർമാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എഡിറ്റർമാർക്ക് പോലും അറിയാത്ത കാലഘട്ടമാണ്. നിങ്ങളുടെ ഒരു പരിമിതി നമുക്ക് മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റിനോട് പറയുക, ഇങ്ങനെ SFIക്കാർ പറയുന്നു, വൈസ് ചാൻസലറോടും RSകാരോടും ഇങ്ങനെ ചില ചോദ്യം ചോദിക്കണം, ചോദിച്ചോട്ടെ എന്ന് നിങ്ങളുടെ മാനേജ്മെന്റിനോട് ഒന്ന് അനുമതി വാങ്ങിക്കുക. അങ്ങനെ അനുമതി വാങ്ങിച്ചിട്ടെങ്കിലും നിങ്ങൾ അവരെ അലോസരപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങളോട് വിനീതമായി കേരളത്തിലെ സർവകലാശാലയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്ന നടപടി സ്വീകരിക്കുന്ന വൈസ് ചാൻസലർമാരോട്, ഗവർണറോട് ദയവ് ചെയ്ത് നിങ്ങൾ മാധ്യമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കണം. എന്തിനാണ് ഈ കൊടുംപാതകം കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളോട് ചെയ്യുന്നത് എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം. അത് ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. നിങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ കേരളത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ഈ കേരളത്തെ മനുഷ്യരോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, കേരളം ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംഘപരിവാരത്തോട് ചോദ്യം ചോദിക്കാൻ തയ്യാറാവണം.